ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയ മസ്ക ബണ്ണ് റാണി ടീ ഉണ്ടാക്കാം. അതിനായി ഒരു പാക്കറ്റ് പാല്, ബട്ടർ, ഫ്രഷ് ക്രീം, അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ബണ്ണും വേണം. ഇനി നമുക്ക് ഇറാനി ടീ ആൻഡ് മസ്ക ബണ്ണ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും കമോൺ. അതിനായി ഞാൻ ആദ്യം തന്നെ വെള്ളം എടുക്കുകയാണ് ചെയ്തത്. 2 ഗ്ലാസ് വെള്ളം എടുക്കുകയാണ് ചെയ്തത്. കാരണം ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, എനിക്കും ജിഷ്ണുവിനും ഉള്ള ചായ മാത്രം മതിയല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം വെള്ളം എടുത്ത് അടപ്പത്ത് വെച്ചു. ഇനി അതിന് ശേഷം പാലെടുക്കുകയാണ് ചെയ്തത്. പാലും ഞാൻ അതേപോലെ തന്നെ 2 ഗ്ലാസ് പാലെടുക്കുകയാണ് ചെയ്തത്. 2 ഗ്ലാസ് പാലെടുക്കണത് 2 ഗ്ലാസ് വെള്ളം എടുക്കണത് എന്താണെന്ന് വെച്ചാൽ നന്നായി ഇത് വറ്റി വരണം. 2 ഗ്ലാസ് എടുത്താൽ അത് 1 ഗ്ലാസ്സായി വരണം. അപ്പോൾ അതുവരെ വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് ഈ 2 ഗ്ലാസ് പാല് 2 ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചത്. ഇനി ഇതേ പാലങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. അതേപോലെ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്കൊരു ഇഞ്ചിയും അതേപോലെ തന്നെ ഏലക്കായയും ഇടുന്നുണ്ട്. ഏലക്കായ ഞാനിങ്ങനെ പൊട്ടിച്ചിടുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇതേ 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായി അടച്ച് വെക്കണം. അടച്ച് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ. നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്, തളമൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. അപ്പോൾ അതേ നന്നായി തിളച്ചിട്ടുണ്ട്. പാലിലേക്ക് നമ്മൾ തിളച്ച് വറ്റി വന്നതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കി കൊടുക്കുന്നത് ഇടയ്ക്കിട്ട്. ഇപ്പോൾ പാലും പകുതിയായിട്ടുണ്ട്, അതേപോലെ ചായയും പകുതിയായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അരിച്ച് എടുത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ട്രെൻഡി ഇറാനി ടീ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുടിക്കാൻ പ്രത്യേക ഫ്ലേവറായിരുന്നു. അതിന് ശേഷം നമുക്കിതേ ബട്ടർ എടുക്കാം. ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നടക്കാം. അപ്പോൾ അതേ ഞാൻ ബട്ടർ ഇവിടെ പകുതിയോളം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി അങ്ങ് കുത്തി ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ അത്യാവശ്യം അലിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് നന്നായി കുത്തി ഇളക്കി ഇതേപോലെ ആക്കി എടുക്കണം. നല്ല പാടുണ്ടായിരുന്നു. ഒരു വിസ്ക് വെച്ചൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് പൊട്ടിച്ചിട്ട് അത് പൊട്ടിക്കുമ്പോൾ തന്നെ കുറച്ച് തിന്നില്ലേ ഒരു സമാധാനമില്ല, അതൊഴിക്കുക. അതേപോലെ തന്നെ ഫ്രഷ് ക്രീം പൊട്ടിച്ച് കുറച്ച് ഫ്രഷ് ക്രീമും ഒഴിക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ അങ്ങ് നന്നായി മിക്സ് ചെയ്യുക. മിക്സിങ്ങിലാണ് കാര്യം. അതങ്ങോട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് ആക്കി എടുക്കുക. അതിന് ശേഷം എന്തെങ്കിലും ഞാൻ ബണ്ണ് ചൂടാക്കാൻ പോവുകയാണ്. ഇനി ഇതിലാണല്ലോ നമ്മൾ വരട്ടേണ്ടത്. അപ്പോൾ ബണ്ണൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ അത് കുറച്ചൊരു ഫ്രഷ്നെസ് തരും. അപ്പോൾ 2 സൈഡും മറിച്ചിട്ട് ആ ബണ്ണൊന്ന് ജസ്റ്റ് ചൂടാക്കി ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് ഇതേ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ കാണുന്ന പോലെ എന്താണ് ഇതൊന്ന് ബണ്ണൊന്ന് നടുക്കെ മുറിക്കുക. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. വാ തുറന്ന പോലെ ഉണ്ട് അല്ലേ. എന്നിട്ട് അതിലേക്ക് ഇതേ നമ്മൾ എന്തിടുക, ഈ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും ബട്ടറും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ അതങ്ങ് പരട്ടി കൊടുക്കുക. ഞാൻ മേലിലും താഴെയൊക്കെ നന്നായി പരട്ടി കൊടുത്തു. അതേപോലെ തന്നെ സൈഡിലും ഫുൾ അതങ്ങോട്ട് കവർ ചെയ്ത് വെച്ചു. എടുക്കട്ടെ അങ്ങോട്ട് നന്നായി ബട്ടറൊക്കെ. ഇനി നമുക്കൊരു സ്ഥലം വരെ പോവാം. ഇതെല്ലാം പാക്ക് ചെയ്ത് ഒരാൾക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണേ. ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. എനിക്ക് എപ്പോഴും ജിഷ്ണുവിന് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ജിഷ്ണു വർക്ക് ചെയ്യുന്നിടത്ത് പോയിട്ട് ഇതാ ജിഷ്ണുവിന് ഫ്ലാസ്കിൽ ചായ ആക്കിയിട്ട് കൊണ്ടു കൊടുത്തു. അപ്പോൾ അതേ അവനത് കുടിക്കുന്ന സന്തോഷമാണ് ആ കാണുന്നത് കേട്ടോ. തുറന്നു നോക്കുകയാണ്, എന്താണ് ഇവൾ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. 2 ദിവസം മുന്നേ പറഞ്ഞതാട്ടോ. ഇന്നാണ് ടൈം കിട്ടിയത്, അപ്പോഴാണ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ചായയിൽ മുക്കി കഴിക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ സന്തോഷം ഉണ്ടാ. ഞാൻ വന്ന സർപ്രൈസും അതേപോലെ തന്നെ ഫുഡ് ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം 2 പേരും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്തൊക്കെ കഴിച്ച് അപ്പോഴാണല്ലോ ഒരു ടേസ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതിലും. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ബൈ.